ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രയർ ലൈൻ ലീഡ് ചെയ്യുന്ന സിസ്റ്റർ സൂസൻ, അതുപോലെ മറ്റ് സഹോദരിമാര്, പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകർക്കും, ഇന്ന് രാത്രി ഈ ലൈനിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലത്തെ വചന ധ്യാനത്തിനായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. 107 സങ്കീർത്തനത്തിന്റെ 6 വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. 106 സങ്കീർത്തനം 6 വാക്യം. 107 അവർ തങ്ങളുടെ കഷ്ടത്തിലേക്ക് യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സംഭവബഹുലമായ ഒരു പകൽക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി. പല മണ്ഡലങ്ങളിൽ ജോലി തിരക്കിലായിരുന്ന ഞങ്ങൾക്ക് ഇന്ന് രാത്രി അങ്ങയുടെ വചനത്തിന് മുമ്പിലായിരിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രി അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഇന്ന് രാത്രി ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ഞങ്ങളുടെ കണ്ണുനീര് കാണുന്ന ദൈവം, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവം, ഞങ്ങളുടെ മേൽ സമാധാനം കൽപ്പിക്കുന്ന ദൈവം, സ്വസ്ഥതയും സന്തോഷവുമുള്ള നാളുകളെ പകരുന്ന ദൈവം, ഇന്ന് രാത്രി സ്വർഗ കലവറ തുറന്ന് സമൃദ്ധിയായി ജനത്തിന്റെ മേൽ സ്വർഗീയ സമാധാനവും ആശ്വാസവും സന്തോഷവും പകരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. പിതാവേ, അങ്ങയുടെ പുത്രനെ ഞങ്ങളുടെ മധ്യേ മഹത്വപ്പെടുത്തിക്കാട്ട്. സമ്പൂർണമായി ഞങ്ങളെ താഴ്ത്തുന്നു. മഹത്വം അങ്ങെടുത്താട്ട്. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിന് ഏത് സമയവും ആശ്രയിക്കുവാൻ ഉറപ്പുള്ള ഒരു സ്ഥാനമാണ് ദൈവസന്നിധി. ലോകത്തിലുള്ള എല്ലാരും കൈവിട്ടാലും കൈവിടാത്ത ഒരു സാന്നിധ്യമാണ് ദൈവ സാന്നിധ്യം. ആരൊക്കെ എതിർത്താലും സഹായമായി തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ബലമുള്ള ഭുജം, അത് ദൈവത്തിന്റെ ഭുജമാണ്. ആരും നമ്മളെ അറിയാതിരിക്കുമ്പോഴും നമ്മളെ വ്യക്തമായി അറിയുന്ന ഒരുവനുണ്ട്, അവൻ യേശുക്രിസ്തു മാത്രമാണ്. ഹൃദയത്തിന്റെ വേദനകൾ, നിന്റെ ശ്വാസനിശ്വാസങ്ങൾ, ഹൃദയത്തിന്റെ ഓരോ തുടിപ്പുകൾ, ഓരോ പൾസ് റേറ്റുകൾ, അതിനർത്ഥം ഗ്രഹിച്ച് ഓരോ ചിന്തകൾക്കും അതിൻ്റെതാകുന്ന മറുപടി തന്ന് വഴി നടത്തുന്ന ഒരു വലിയവനാകുന്ന ദൈവത്തെ ഓർത്ത് ഞാൻ ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ചില സമയങ്ങളിൽ എത്ര പ്രാർത്ഥിച്ചാലും മറുപടി കിട്ടാത്ത ചില സമയങ്ങളുണ്ട്. സ്തോത്രം. ഒരു വെളിപ്പാട് പകരാത്ത സമയങ്ങൾ, ഒരു ദൈവശബ്ദം കേൾക്കാൻ കഴിയാത്ത സമയങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, ഉദ്ദേശിച്ചതുപോലെ ഒന്നും നടക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന സമയങ്ങൾ. ആ മണ്ഡലത്തിലാണ് ഒരു ദൈവവൈതലിന്റെ ക്വാളിറ്റി വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു കുഞ്ഞിനെ മാറോട് ചേർത്ത് എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ആ കുഞ്ഞിന് അതിന്റെ ബുദ്ധിമുട്ടില്ല. എന്നാൽ സ്തോത്രം, അവനെ നടക്കാനായിട്ട് മണ്ണിലേക്ക് വിട്. സ്തോത്രം. അവൻ അതിന്റെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാം അവൻ അഭിമുഖീകരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ഈ അനുഭവത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ കൈവിട്ടതല്ല. നാം ഓർക്കണം, ദൈവം നമ്മളെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല. കാരണം ദൈവത്തിന്റെ നിത്യത വരെ അറിയുവാനുള്ള ഭാഗ്യമാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ക്വാളിറ്റി നോക്കിയിട്ടല്ല ദൈവവൈതലേ, നമ്മുടെ യാതൊരു കുടുംബശ്രേഷ്ഠതയോ വിദ്യാഭ്യാസമോ നമ്മുടെ സൗന്ദര്യമോ ധനമോ ഒന്നും നോക്കിയിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അറിയുവാനായിട്ട് ആ നിത്യത നമ്മുടെ മനസ്സിൽ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഭാഗ്യ പദവിയാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, ഏത് സമയവും കൃപാസനത്തോട് അടുത്തു വരുവാനുള്ള ഒരു ഭാഗ്യ പദവിയാ ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു നിമിഷം കർത്താവ് മറുപടി പറഞ്ഞില്ലെങ്കിലും ഒന്ന് ധരിക്കുക, നീ ഓർക്കുക, വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. കൈവിടുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ
ആ മറുപടിയില്ലാത്ത സമയത്ത് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാൻ 99-100% നമ്മൾ പ്രേരിതരായി തീരുമെന്നുള്ള കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. സ്തോത്രം. ആ സമയമാണ് സ്തോത്രം ഇതുവരെ നമ്മൾ അനുഭവിച്ച ദൈവകൃപയും, ഇതുവരെ നമ്മളെ വഴി നടത്തിയ ദൈവത്തിന്റെ സാന്നിധ്യവും, ഇതുവരെ നമ്മളെ ഹല്ലേലൂയ സ്തോത്രം അത്ഭുതകരമായി വിടിവിച്ച ദൈവകരത്തിന്റെ വല്ലഭത്വവും മറന്നുപോകുന്ന സാഹചര്യം അപ്പോഴാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നാം വ്യക്തമായി ഓർത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ആ നിർണായകമായ സാഹചര്യത്തിൽ പ്രൈസ് ദി ലോർഡ് ആ ഒരു ലിമിറ്റഡ് ടൈം, ഒരു നിശ്ചിത സമയം മാത്രം പ്രൈസ് ദി ലോർഡ് നീ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് അവന് വേണ്ടി കാത്തിരിക്കുമെങ്കിൽ നന്മയല്ലാതെ തിന്മ ചെയ്യാത്ത ദൈവം അത്ഭുതകരമായി നിന്നെ മറുകര കടത്തും എന്നുള്ളൊരു യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ മുക്കിക്കളയുമെന്ന് പറഞ്ഞ് കാറ്റാഞ്ഞടിച്ചാലും തിരമാല അതിശക്തമായി ഉയർന്നു വന്നാലും പ്രൈസ് ദി ലോർഡ് നീ ഭയപ്പെടരുത്. കാരണം നിന്റെ മേൽ പകർന്നിരിക്കുന്ന, നിന്നെ മേൽ മുദ്രയിട്ടിരിക്കുന്നത് ആത്മാവിന്റെ അച്ചാരമായ മുദ്ര ഒന്ന് വിലയേറിയ രക്തത്താൽ നിന്നെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നിന്നെ കൈവിടുന്ന ഒരു ദൈവമല്ല, മറിച്ച് പ്രൈസ് ദി ലോർഡ് നിന്നെ ഭീഷണിപ്പെടുത്തുന്ന പ്രകൃതി ശക്തിയുടെ മേലുള്ള പവർ ആൻഡ് അതോറിറ്റി ദൈവം നിന്നിൽ കൂടെ പുറപ്പെടുവിക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക എന്ന് കൽപ്പിക്കുന്ന ഇമ്പമേറിയ ശബ്ദം അതിന്റെ പിന്നാലെ കടന്നു വരുന്നു എന്ന് നീ ഓർത്തു ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ മഹത്വം കരയേറ്റേണ്ട ദിവസങ്ങളാണ്, സമയങ്ങളാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ സാഹചര്യം വലിയ പ്രയാസമുണ്ടാക്കുന്ന നമ്മള് ഹല്ലേലൂയ സ്തോത്രം പിറുപിറുക്കുന്ന അനുഭവങ്ങളിലേക്ക് കടന്നുപോകും. അവിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പെട്ടെന്ന് നമ്മൾ തെറ്റായ ഡിസിഷൻസ് എടുക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പല രീതികളിൽ നമ്മളെ ഹല്ലേലൂയ തെറ്റിപ്പോകാനുള്ള സാധ്യതയുള്ള അനുഭവങ്ങള് കണ്ടുകൊണ്ട് ആ സമയം പ്രൈസ് ദി ലോർഡ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ മുറുകെ പിടിക്കുവാൻ ദൈവ പൈതൽ ഉത്സാഹിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് സ്തോത്രം ദൈവം തന്നിരിക്കുന്ന മഹത്വത്തിന്റെ ശ്രേഷ്ഠത നാം വ്യക്തമായി മനസ്സിലാക്കണം. സ്തോത്രം. നമ്മളെ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ മണവാട്ടിയായി ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാൻ സ്തോത്രം ദൈവം നമ്മെ കണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടമായ ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന സകല അധികാരങ്ങളും അവകാശങ്ങളും നാം എന്തെന്ന് ഗ്രഹിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഇതൊരു അന്ധകാരത്തിനോ ഒരു പ്രതികൂലത്തിനോ തച്ചുടയ്ക്കുവാൻ കഴിയാത്ത മാർഗമാണെന്ന് മനസ്സിലാക്കി ദൈവവൈതലേ ശക്തനായ ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ ഒന്ന് അമർന്നിരുന്നു കൊടുക്ക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. നിന്നെ മറുകര എത്തിക്കും, അതിന് യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. 45-ാം സങ്കീർത്തനത്തിന്റെ 15-ാം വാക്യത്തില് ഹല്ലേലൂയ സ്തോത്രം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്തോത്രം സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും, അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. 13-ാമത്തെ വാക്യം കൂടെ 13. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു, അവളുടെ വസ്ത്രം പൊൻ കസവ് കൊണ്ടുള്ളത്, അവളെ അപ്പോൾ അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. സ്തോത്രം. എങ്ങനെയാണ് ശോഭാപരിപൂർണയാകുന്നത്? ഇവിടെ ദൈവസഭയും മണവാളൻ തമ്മിലുള്ള ഒരു ബന്ധത്തെ നെടിലായി രേഖപ്പെടുത്തിയിരിക്കുക. എങ്ങനെയാ ശോഭാപരിപൂർണയാകുന്നത്? അവളിൽ ക്രിസ്തു അവിടെ ഉള്ളിൽ വാഴുന്നത് കൊണ്ടാണ് അവൾ ശോഭാപരിപൂർണയാകുന്നത്. രണ്ടാമത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാ നാം ഓരോരുത്തരും. അവൾ പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥാനമാണ്. അവൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകിയാലും ശോഭാപരിപൂർണയാകും.